തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ദേശീയപാത 66 വീതി കൂട്ടി 45 മീറ്ററാക്കുന്ന ജോലി ഇനി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ ചർച്ചയിൽ ധാരണ. ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഡൽഹിയിൽ നിന്ന് നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണ ഉണ്ടായത്. വായ്പാ പലിശ തൽക്കാലം ഉയരില്ല. കർഷകർക്ക് ഈടില്ലാതെ നൽകുന്ന വായ്പയുടെ പരിധി ഇനി 2 ലക്ഷം. റിസർവ് ബാങ്കിന്റെ ധനനയ സമിതി യോഗം റിപ്പോ നിരക്ക് 6.5% തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു. തുടർച്ചയായ 11ാം തവണയാണ് റിപ്പോ നിരക്ക് മാറ്റേണ്ട എന്ന് തീരുമാനിച്ചത്. ജനുവരി മുതൽ കാറുകളുടെ വില വർദ്ധിക്കുമെന്ന് ഉറപ്പായി. വിവിധ മോഡലുകൾക്ക് 25,000 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് ഹ്യുണ്ടായി. 4% വരെ ഉയർത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് മാരുതി സുസുക്കി. മറ്റു വാഹന നിർമ്മാതാക്കളും അധികം വൈകാതെ നിരക്ക് വർധന പ്രഖ്യാപിച്ചേക്കും. കേരളത്തിന്റെ ഹെലി ടൂറിസം നയത്തിന് മന്ത്രിസഭാ യോഗത്തിന്റെ താത്വിക അംഗീകാരം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ ഹെലികോപ്റ്റർ സർവീസ് സംവിധാനം ഒരുക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ സംരംഭകർ ഹെലി ടൂറിസം മേഖലയിലേക്ക് കടന്നുവരുന്നതിനും സഹായകമെന്ന് നിഗമനം. ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി പ്രമാണിച്ച് മുംബൈക്ക് പിന്നാലെ ഡൽഹിയിലും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നിക്ഷേപകർക്കും സംരംഭകർക്കുമായി റോഡ് ഷോ. സമര കേരളമല്ല, വ്യവസായത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനം സൗഹൃദ കേരളമാണെന്ന് മന്ത്രി. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.